അടുത്തൊരു 5 വർഷത്തേക്ക് നമ്മുടെ കല്യാണങ്ങളിൽ റോബോട്ടിക് ടെക്നോളജി റോബോട്ടിക് ടെക്നോളജിയിൽ വലിയൊരു മാറ്റം നമ്മുടെ കല്യാണങ്ങളിലൊക്കെ ഉണ്ടാവാൻ വേണ്ടി പോവാണ്. അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നത് എങ്ങനെയാ, സർവീസ് ബോയ്സും അതേപോലെ നമ്മുടെ ബാഗൊക്കെ ഇട്ടിട്ട് ബാക്ക് സൈഡിൽ ജാറൊക്കെ വെച്ചിട്ട് ഒരു പൈപ്പ് വഴിയൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ റൗണ്ട് ടേബിള് റൗണ്ട് ചെയ്ത് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊന്നൊക്കെ ഇനി മാറാൻ വേണ്ടി പോവാ. അടുത്ത 5 വർഷം ആകുമ്പോഴേക്കും നമ്മൾ സെറ്റ് ചെയ്യും മൊബൈലിൽ ഒരു ഇത്ര ml കൊടുക്കണം. ഒരു റോബോട്ട് വന്നിട്ട് റോബോട്ടാണ് ഇനി വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോഴും നിലവിലുള്ള സംവിധാനമാണ് കല്യാണ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളെ വെഡ്ഡിങ്ങിന് ഓഡിറ്റോറിയങ്ങൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിലൊക്കെ എടുത്ത ഫോട്ടോസ് QR കോഡ് വഴി നമ്മുടെ ഫോണിലേക്ക് അപ്ലോഡ് ചെയ്ത് കിട്ടും. ചില വെഡ്ഡിങ് പ്രീമിയം വെഡ്ഡിങ്ങുകളിലേ ഉള്ളൂ, എല്ലാ വെഡ്ഡിങ്ങുകളിലും ഇല്ല. സാധാരണക്കാരൻ്റെ വെഡ്ഡിങ്ങിലൊന്നും ആ സംവിധാനം ഇല്ല. പക്ഷെ അടുത്ത 5 വർഷമാകുമ്പം സാധാരണക്കാരൻ്റെ കല്യാണ വീടുകളിലും ഈ QR കോഡ് ഉപയോഗിച്ചിട്ട് അന്ന് ആ വിവാഹത്തിന് എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ആ ഒരു നിമിഷം നേരം കൊണ്ട് നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന സംവിധാനമാണ് അടുത്ത 5 വർഷമാകുമ്പോൾ ആവാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ക്രൗഡിൻ്റെ ചുരുക്കം. നമ്മളിപ്പം 1000 പേരെ വിളിച്ച വിവാഹം, 5000 പേരെ വിളിച്ച വിവാഹം, അതൊക്കെ ഒറ്റയടിക്ക് ചുരുക്കാൻ വേണ്ടി പോവാണ് അടുത്ത 5 വർഷം ആകുമ്പോഴേക്കും. വളരെ പ്രധാനപ്പെട്ട കുടുംബാംഗങ്ങളും വളരെ പ്രധാനപ്പെട്ട ഫ്രണ്ട്സുകളും മാത്രം ഒതുക്കി കൂടിയതായിരിക്കും ഇനി അടുത്ത 5 വർഷം കഴിഞ്ഞിട്ടുള്ള വിവാഹങ്ങൾ. എന്നിരുന്നാലും ചില വിവാഹങ്ങളൊക്കെ ആളെ കുറച്ചിട്ടൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും നടത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് ഒരു ട്രെൻഡായിട്ട് അടുത്ത 5 വർഷത്തേക്ക് മാറും എന്നുള്ളതാണ് പറയാനുള്ളത്.